നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുത്, ബാക്കി നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ്, എനിക്ക് മാത്രമാണ് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതെന്നാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. നമ്മളെ ചുറ്റുപാട് നമ്മൾ കാണുന്ന പല ആൾക്കാരും നമ്മളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. പക്ഷെ അവർക്ക് ആ പ്രശ്നങ്ങൾ ഈസിയായി ഹാൻഡിൽ ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അതിനേക്കാൾ ഉപരി ആ പ്രശ്നങ്ങൾക്ക് മുകളിലും അവർക്ക് ഡെയിലി ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അവർ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നതിനോടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് മാത്രമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിനെ പഴി പറയാതിരിക്കുക. ഈശ്വരൻ നമുക്ക് ഒരു പ്രശ്നം തരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ളൊരു മനക്കെട്ടിയും അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു ഉപായവും നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതൊന്ന് വിശ്വസിക്കുക. ഇപ്പോൾ പ്രശ്നങ്ങളിൽ പുഞ്ചിരിക്കാൻ കഴിയുന്നവരാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും നിരന്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഒന്ന് ഇമോഷണലി ഹാൻഡിൽ ചെയ്യാതെ അതിനെ ഒന്ന് ബുദ്ധിപൂർവ്വം അതിനെ ഒന്ന് ചിന്തിക്കുക. അതിലെവിടെയെങ്കിലും നമുക്ക് പരിഹരിക്കാനുള്ളൊരു വഴി അതിൽ ഉറപ്പായിട്ടും നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടും എന്നുള്ളത് വിശ്വസിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും മനസ്സിൻ്റെ ആ ഒരു വിൽ പവർ കളയാതിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. ആ പ്രശ്നങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഈ പ്രശ്നങ്ങൾ എന്നെ തളർത്താനല്ല, പകരം എൻ്റെ ജീവിതത്തിലെ ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുക്കേണ്ടത്. ലൈഫിൽ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുറെ കൂടി ബോൾഡ് ആവാൻ പറ്റുന്നത്, എങ്ങനെയാണ് നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒരിക്കലും ഒരു ദോഷമായിട്ടല്ല, അതിനെ ബുദ്ധിപൂർവ്വം നേരിടുക. അപ്പോഴാണ് നമുക്ക് ലൈഫ് കുറേ കൂടി വിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ പോകുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു ചലഞ്ചും ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.